എന്തായാലും ഈ വീഡിയോ ശ്രീ ഗണേഷ് കുമാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അദ്ദേഹത്തിന് കരുതലെടുക്കാൻ കഴിയുന്ന ഒരു സൂചന ഈ പോങ്ങൻ വളരെ സൗജന്യമായി നൽകാം. ഏതാണ്ട് 12 വർഷങ്ങൾക്ക് മുൻപ് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനം ഗണേഷ് കുമാറിന്റെ ഭാര്യയ്ക്ക് നേരെ മൈക്ക് നീട്ടി. മന്ത്രി ഗണേഷ് കുമാറിന്റെ ഭാര്യ യാമിനിയാണ് ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത്. 5000 പ്രണയങ്ങൾ ഉള്ളവനായിരുന്നുവെങ്കിലും ഗണേഷിന് അതുവരെ ഒരു ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഭാര്യയായിരുന്നു ഡോക്ടർ യാമിനി തങ്കച്ചി. അതായത് ഗണേഷ് കുമാറിനെ 2 ആൺകുട്ടികളുടെ അച്ഛനാക്കിയവൾ. ആ യാമിനി തങ്കച്ചിയുടെ മുഖത്തേക്കാണ് ഏഷ്യാനെറ്റ് മൈക്ക് നീട്ടി ക്യാമറ വെച്ചത്. യാമിനി അന്ന് ഒരുപാട് കരഞ്ഞു, ഇഷ്ടം പോലെ കണ്ണീരൊഴുക്കി. കാമുകിയുടെ ഭർത്താവിൽ നിന്ന് സ്വന്തം ഭർത്താവ് തല്ലുവാങ്ങിയതും സ്വന്തം ഭർത്താവിൽ നിന്ന് തനിക്ക് തല്ല് കിട്ടിയതുമൊക്കെ അന്ന് യാമിനി പറഞ്ഞു കരഞ്ഞും പിന്നെ പറഞ്ഞും കഴിഞ്ഞ യാമിനി തങ്കച്ചിയെ അന്ന് ഏഷ്യാനെറ്റിലൂടെ മാലോകർ കണ്ടുകേട്ടു. ഗണേഷ് കുമാറിന് പ്രണയാധിഷ്ഠിതമായിട്ടുള്ള കാമദീനമുണ്ടെന്ന് രാഷ്ട്രീയ കേരളം ഏഷ്യാനെറ്റിലൂടെ മനസ്സിലാക്കി. ചിറകും അങ്കവാലും ഇല്ലാത്ത ഒരു പുരുഷ കോഴിയാണ് ഗണേഷ് എന്ന് ഏഷ്യാനെറ്റിലൂടെ നാരീപക്ഷ കേരളം അറിഞ്ഞു. 12 മാസവും കന്നിമാസമായി ആചരിക്കുന്ന ഒരു ശ്വാന സ്വഭാവിയാണ് ഗണേഷ് കുമാർ എന്ന് ഏഷ്യാനെറ്റിലൂടെ പ്രബുദ്ധ കേരളം തിരിച്ചറിയുകയും ചെയ്തു. എന്തായാലും 2013 ആയപ്പോഴേക്കും ഗണേഷിന്റെ ഭാര്യാ പദവി ഉപേക്ഷിച്ചുകൊണ്ട് 19 വർഷം നീണ്ട ദാമ്പത്യ ജീവിതത്തിൽ നിന്നും യാമിനി തങ്കച്ചി ഇറങ്ങിപ്പോയി. സൂക്ഷം 1 കൊല്ലം കഴിയുമ്പോൾ ഗണേഷിന്റെ ഭാര്യാ പദവി മറ്റൊരു സ്ത്രീ ഏറ്റെടുത്തു. അതാണ് ഗണേഷിന്റെ ഇപ്പോഴത്തെ ഭാര്യയായിട്ടുള്ള ശ്രീമതി ബിന്ദു മേനോൻ. ഏഷ്യാനെറ്റ് ചാനലിന്റെ മാർക്കറ്റിംഗ് ഹെഡായി പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് ഈ ബിന്ദു മേനോൻ എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയെങ്കിൽ ഗണേഷ് കുമാർ ആരാണെന്നും എന്താണെന്നും വളരെ കൃത്യമായി അറിയാവുന്ന ഒരാളായിരിക്കണം ശ്രീമതി ബിന്ദു മേനോൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാറാണ് യാമിനി തങ്കച്ചിയെ ഇന്റർവ്യൂ ചെയ്തത്. ഏഷ്യാനെറ്റിലൂടെയാണ് ഗണേഷിന്റെ കാമദീനത്തെ പറ്റി മലയാളികൾ കൂടുതലായും അറിഞ്ഞത്. അങ്ങനെ വരുമ്പോൾ അതേ ഏഷ്യാനെറ്റിന്റെ മാർക്കറ്റിംഗ് ഹെഡായിരുന്ന ബിന്ദു മേനോന് ഈ ഗണേഷ് കുമാറിന്റെ ആ രതിദാഹത്തെ പറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ കാമദീനത്തെ പറ്റി അറിയാതിരിക്കുമോ? സാധ്യതയില്ല അല്ലെ. ഇനി ഏഷ്യാനെറ്റിൽ വരുന്ന വാർത്തകളെ വിശ്വസിക്കുന്ന സ്വഭാവം അവർക്കില്ലായിരുന്നു എന്നാണെങ്കിൽ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാം. കാരണം ഈ കുശിനിക്കാരുടെ വൃത്തിബോധത്തെ പറ്റി മതിയായ മതിപ്പില്ല എങ്കിൽ ഹോട്ടൽ ഉടമ സ്വന്തം ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ മടിക്കും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അല്ലെ. അതുകൊണ്ട് ഏഷ്യാനെറ്റിനെ അവർ അവിശ്വസിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പഴിക്കാൻ ഞാൻ ആളല്ല. എന്നാൽ 1994 മുതൽ ഗണേഷിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ കുട്ടികളുടെ അമ്മയുമായിട്ടുള്ള യാമിനി തങ്കച്ചിയുടെ ആ കണ്ണുനീരിനെ ബിന്ദു മേനോൻ എന്തുകൊണ്ട് വിലമതിച്ചില്ല എന്നാണ് എന്റെ സംശയം. വിലമതിച്ചിരുന്നുവെങ്കിൽ ഇന്ന് തന്റെ ഭർത്താവിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്നും പറഞ്ഞ് ബിന്ദു മേനോനും മറ്റൊരു യാമിനി തങ്കച്ചിയായി വിലപിക്കേണ്ടി വരില്ലായിരുന്നു അല്ലെ. സ്വന്തമായി 5000-ഓളം കാമുകിമാരുള്ള ഒരു പുരുഷനെ ഭർത്താവായി സമ്പാദിച്ചാൽ കാണാൻ പാടില്ലാത്ത സാഹചര്യങ്ങളിൽ തന്റെ നായരെ കാണേണ്ടി വരും അല്ലെ. അത് വളരെ സ്വാഭാവികമായിട്ടുള്ള സംഗതി അല്ലേ. പുരുഷൻ കാമുകനായി വേഷമിടുന്നത് കാമുകിമാരുമൊത്തു വഞ്ചിപ്പാട്ടുപാടി രസിക്കാനല്ല എന്ന് അറിയാനുള്ള പ്രായമൊക്കെ ആയതിനു ശേഷമല്ലേ ബിന്ദു മേനോൻ ഗണേഷ് കുമാറിനെ നായരാക്കി സ്വന്തം ജീവിതത്തിലേക്ക് അങ്ങോട്ട് ചേർത്തു വെച്ചത് അല്ലേ? അങ്ങനെയല്ലേ? എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ ബിന്ദു മേനോനെ വശീകരിച്ച് ഗണേഷ് കുമാർ ദാമ്പത്യത്തിൽ അകപ്പെടുത്തുകയായിരുന്നുവെങ്കിൽ അവർ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് കാണാം. എന്നാൽ ഇത് അങ്ങനെയല്ലല്ലോ സംഭവിച്ചിട്ടുള്ളത് അല്ലേ. 19 വർഷം ദാമ്പത്യം നയിച്ച് 2 കുട്ടികളുടെ പിതാവായ ഒരു മനുഷ്യനെ, അതും കാമുകിയുടെ ഭർത്താവിൽ നിന്നും തന്റെ ഭർത്താവ് തല്ലുകൊണ്ടൂന്ന് പരസ്യമായി ഒരു ചാനലിൽ ഇരുന്ന് പറഞ്ഞു കരഞ്ഞ ഒരു ഭാര്യയുടെ ഭർത്താവായിരുന്ന മനുഷ്യനെ അതേ ചാനലിന്റെ തലപ്പത്ത് ജോലി നോക്കിയിരുന്ന ബിന്ദു മേനോൻ സ്വന്തം നായരായി നിയമിക്കുകയാണ് ചെയ്തത്. അതല്ലേ സത്യം? അതുകൊണ്ടാണ് യാമിനിയുടെ കണ്ണുനീർ കണ്ടപ്പോൾ വളരെ അനുതാപപ്പെട്ട ഈ പോങ്ങൻ ബിന്ദു മേനോന്റെ ദൈന്യതയിൽ ഇപ്പോൾ വിരുദ്ധാഭിപ്രായം സ്വീകരിച്ചു പോകുന്നത്. ഗണേഷ് ശുദ്ധനാണ് എന്ന് ബിന്ദു മേനോൻ ധരിച്ചോ? അങ്ങനെ ധരിച്ചോ? യാമിനിയുടേത് ജീവനാംശം തട്ടിയെടുക്കാനുള്ള മുതലക്കണ്ണീരായി ബിന്ദു മേനോന് തോന്നിയോ? അതോ യാമിനിയേക്കാൾ ദാമ്പത്യശേഷി തനിക്കുണ്ട് എന്നും അതുകൊണ്ട് ഗണേശനെ സദാചാരത്തിന്റെ വരുതിയിൽ നിർത്താമെന്നും ബിന്ദു മേനോൻ വിചാരിച്ചോ? ഗണേശനെ നായരാക്കാൻ ബിന്ദു മേനോൻ തീരുമാനിച്ചതിന് പിന്നിലുള്ള ഉന്നം എന്തായാലും അവർക്ക് മാത്രമേ അറിയൂ. പോങ്ങനത് അറിയത്തില്ല. അതെന്ത് തന്നെയായാലും ഗണേഷ് കുമാറിന് 1000-കണക്കിന് കാമുകിമാരെ ലഭിക്കുന്നതിന് പിന്നിൽ അദ്ദേഹം കാമദേവന്റെ മനുഷ്യരൂപം ആയതുകൊണ്ടാണ് എന്ന് പറയുന്ന വിചാരം ഈ പോങ്ങനില്ല. അധികാരവും അർത്ഥവും ആദരവും അംഗീകാരവും ഒക്കെയുള്ള ഒരുവനായതുകൊണ്ട് മാത്രമാണത് സംഭവിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചത്. ഒരുത്തിയും ഒപ്പം കൂടിയത് പുരുഷൻ എന്ന നിലയിലുള്ള ഇവരുടെയൊക്കെ ആ പ്രാപ്തി കണ്ടിട്ടൊന്നുമല്ല അല്ലെ. അക്കാര്യം തിരിച്ചറിഞ്ഞാൽ പൊതുപ്രവർത്തകർ കാമുകിമാരെ സമ്പത്തായി കണക്കാക്കാതെ ബാധ്യതയായി മനസ്സിലാക്കി എന്ന് പറയുന്ന ഒരു അഭിപ്രായം തീർച്ചയായിട്ടും ഈ പോങ്ങനുണ്ട്. അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാലത്തു മാത്രമേ ഏത് പാർട്ടിയിലും പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകർക്ക് ജനസേവനം നേരെ ചൊവ്വേ നടത്താൻ സാധിക്കൂ. അല്ലെങ്കിൽ അവന്മാർ ലിംഗത്തീറ്റ തേടി നടക്കും. എന്തായാലും ഗണേഷ് കുമാറിനോട് പ്രത്യേകിച്ച് ഒരു മമതയും എനിക്കില്ല കേട്ടോ. അതുപോലെ തന്നെ വിരോധവുമില്ല. അദ്ദേഹം ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നതൊക്കെ അർഹിക്കാൻ തക്ക യോഗ്യത നമ്മുടെ ഈ ഗണേഷ് കുമാറിനുണ്ട് എന്ന് പറയുന്ന വിശ്വാസവും എനിക്കില്ല. അതും പറയണം. ആളും അർത്ഥവും ആദരവും അംഗീകാരവും അധികാരവും ആനയും ആഡംബരവും ആർഭാടവും അന്തസ്സും ആഭിജാത്യവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു അച്ഛൻ
ഗണേശന്റെ മകനായി അങ്ങനെ അങ്ങോട്ടേക്ക് ജനിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് അനുഭവിക്കുന്ന മിക്ക സൗഭാഗ്യങ്ങളും അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നത് എന്ന് പറയുന്ന വിശ്വാസവും ഈ പോങ്ങനുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും തികഞ്ഞവനായി ജനിച്ച ഒരു മനുഷ്യന് ഒരു 5000 കാമുകിമാർ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അതിശയിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഒരു കാര്യത്തിലേ എനിക്ക് ഗണേഷ് കുമാറിനോട് വിയോജിപ്പുള്ളൂ കേട്ടോ. ഇത്രമാത്രം പ്രണയിനികൾ ഉള്ളപ്പോൾ യാമിനി തങ്കച്ചിക്ക് ശേഷം മറ്റൊരു വിവാഹത്തിന് ഗണേഷ് എന്തിന് തയ്യാറായി? എന്ത് കാര്യത്തിന്? ഇനി സ്വന്തമായി ഒരു ഭാര്യ വേണമെന്നുണ്ടായിരുന്നുവെങ്കിൽ തന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്ന ഒരു സ്ത്രീയെ ആ പദവിയിലേക്ക് കൊണ്ടുവരാൻ എന്തുകൊണ്ട് ഗണേഷിന് സാധിച്ചില്ല? അല്ലെങ്കിൽ ആ ചോദ്യത്തിന് യാതൊരു അർത്ഥവുമില്ല കേട്ടോ. എനിക്കിപ്പോൾ അത് തോന്നുന്നു ചോദിച്ചു കഴിഞ്ഞപ്പോൾ. കാരണം സ്വന്തം തലക്കിണങ്ങുന്ന ഒരു വിഗ് പോലും തിരഞ്ഞെടുക്കാൻ കഴിവില്ലാത്ത ഒരു സാധുവാണ് ശ്രീ ഗണേഷ് കുമാർ, അല്ലേ? ആ കഴിവില്ലായ്മ കൊണ്ട് തന്നെയാണ് തനിക്കിണങ്ങുന്നവരെ തനിക്കൊപ്പം കൂട്ടാൻ ആ മനുഷ്യന് കഴിയാതെ പോകുന്നതെന്ന് പറയുന്ന ഒരു വിചാരവും എനിക്കുണ്ട്. അതായത് തലക്കിണങ്ങുന്ന ഒരു വിഗ് സ്വന്തമാക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു കഴിവുകേട് തനിക്കുള്ളപ്പോൾ എങ്ങനെയാണ് തനിക്കിണങ്ങുന്ന ഒരു കൂട്ടം മനുഷ്യരെ തന്നോട് ചേർത്ത് വെക്കാൻ ആ മനുഷ്യന് സാധിക്കുക? നേരത്തെ ഒരിക്കൽ പറഞ്ഞ അതേ കാര്യം തന്നെ ഈ പൊങ്ങൻ പിന്നെയും പറയുകയാണ് കേട്ടോ. അതായത് ഗണേഷ് കുമാറിനേക്കാൾ വലിയ കോഴിത്തവും കൊള്ളരുതായ്മകളും ഉള്ളവർ വരെ വളരെ വിജയകരമായി ജനസേവന വ്യവസായവും ദാമ്പത്യ ജീവിതവും ഒന്നുപോലെ കൊണ്ടു നടക്കുന്നുണ്ട് ഇവിടെ, അല്ലെ? അങ്ങനെയുണ്ട്, അങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഗണേഷ് അത്ര കണ്ട് സാമൂഹ്യ വിപത്തല്ല. അല്ലെങ്കിൽ ഗണേഷിന്റെ കൊള്ളരുതായ്മകൾക്ക് മറ്റു പലരെക്കാളും പ്രഹരശേഷി വളരെ കുറവാണ്, അതാണ് സത്യം. പക്ഷെ ഗണേഷിന് പിഴയ്ക്കുന്നത് ഒറ്റ കാര്യത്തിൽ മാത്രമാണ്. നല്ല മനുഷ്യരെ സ്വന്തം ജീവിതത്തോട് ചേർത്ത് വയ്ക്കാൻ ആ മനുഷ്യന് സാധിച്ചില്ല, അല്ലെങ്കിൽ ഒട്ടും തന്നെ സാധിക്കുന്നില്ല. ഗണേഷിനെയും പിതാവിനെയും തമ്മിൽ തെറ്റിച്ചതും സഹോദരിയുമായി ഗണേഷിനെ അകറ്റിയതും കാമുകിയുടെ ഭർത്താവിൽ നിന്ന് തല്ലു വാങ്ങിപ്പിച്ചു കൊടുത്തതും ആദ്യ കുടുംബജീവിതം കലക്കിയതുമൊക്കെ ഗണേഷിനൊപ്പം വിശ്വസ്തരുടെ വേഷത്തിൽ ഉറച്ചു നിന്നവർ തന്നെയാണ്. നേരത്തെ പറഞ്ഞല്ലോ, സ്വന്തം തലക്കിണങ്ങുന്ന ഒരു വിഗ് പോലും തിരഞ്ഞെടുക്കാൻ പാങ്ങില്ലാത്ത ഒരു മനുഷ്യന് എങ്ങനെയാണ് വിശ്വസ്തരായിട്ടുള്ള മനുഷ്യരെ കൂടെ ചേർക്കാൻ പറ്റുക, അല്ലേ? സരിതയുടെ കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് എഴുതി ചേർത്തത് ഗണേഷിന്റെ നിർദ്ദേശപ്രകാരമല്ലെന്ന് എന്നെങ്കിലും ഒരിക്കൽ സരിത പറഞ്ഞേക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഗണേഷ് കുമാർ വലിയൊരു കുടുക്കിലാണ് പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട എന്ന് പറയുന്ന ഒരു വിചാരം പോകാനുണ്ട്. എന്തായാലും ഈ വീഡിയോ ശ്രീ ഗണേഷ് കുമാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അദ്ദേഹത്തിന് കരുതലെടുക്കാൻ കഴിയുന്ന ഒരു സൂചന ഈ പോകാൻ വളരെ സൗജന്യമായി നൽകാം. അതായത് ഒപ്പം ഒറ്റുകാരായി നിൽക്കുന്നവരിൽ പ്രധാനികൾ കൂടെയുള്ള ചില അവിട്ടം നക്ഷത്രക്കാരാണ്. അവിട്ടം നക്ഷത്രക്കാർ ഇപ്പോഴത്തെ ഈ ബന്ധം കലക്കാനും വളരെ ആത്മാർത്ഥമായി പരിശ്രമിച്ചുകൊണ്ട് ആ വിട്ടം നക്ഷത്രക്കാർ തന്നെയാണ് എന്നുള്ളതാണ് സത്യം. സഹായിയുടെയും ശമ്പളക്കാരന്റെയും ആശ്രിതന്റെയും ഒക്കെ വേഷത്തിൽ കൂടെയുള്ള സകല വിട്ടം നക്ഷത്രക്കാരെയും സമൂലമങ്ങ് അവിശ്വസിക്കണം. അവരിൽ നിന്ന് വളരെ സുരക്ഷിതമായ അകലത്തിലേക്ക് മാറി നിൽക്കുകയാണ് ബുദ്ധി. അവരെ മാറ്റി നിർത്താനുള്ള ശേഷിയില്ലെങ്കിൽ സ്വയം മാറി നിൽക്കുക. അതുപോലെ തന്നെ മുള്ളിത്തെറിച്ച ബന്ധവും കൊണ്ട് അടുത്ത സ്വന്തക്കാരനായി നടക്കുന്ന വിട്ടം നാളുകാരനെ കണ്ടമാനം സൂക്ഷിക്കണം കേട്ടോ. അവനെ കണ്ടാൽ കടുകണ്ണ കൊണ്ട് കണ്ണ് കഴുകണം. അവന്റെ ശബ്ദം കേട്ടാൽ കാതുകളിൽ വിനാഗിരി ഒഴിക്കണം. എന്നാലേ രക്ഷപ്പെടാൻ പറ്റൂ. താങ്കളെ എല്ലാ നിലയിലും പെടുത്തിയത് അയാളാണ്. പ്രണയിച്ച് കാമുകിമാരെ സന്തോഷിപ്പിച്ചുകൊണ്ട് താങ്കൾ ഇരുന്ന സമയത്തൊക്കെ പാർട്ടിക്കെന്നും പറഞ്ഞുകൊണ്ട് കണ്ടമാനം കാശ് തിരിച്ചെടുത്തിട്ടുണ്ട് ആ അവിട്ടം കക്ഷി. വൈകാതെ അതും ഗണേഷിന്റെ തലയിൽ തന്നെ വരും. താങ്കളുടെ അച്ഛനായിട്ടുള്ള ബാലകൃഷ്ണ പിള്ളയെയും ആ അവിട്ടം ആളുകാരൻ കണ്ടമാനം വഞ്ചിച്ചിട്ടുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ അദ്ദേഹത്തെ വെട്ടിച്ച് സമ്പാദിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ മധ്യ തിരുവിതാംകൂറിൽ നിന്നുള്ള ഒരു യൂട്യൂബറിന്റെ നാവ് അവർ വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞു. അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ പെണ്ണ് കേസിന് ഇപ്പോൾ വേണ്ടത്ര വില കിട്ടില്ല എന്ന് പറയുന്നത് കൊണ്ട് ദുബായി കേന്ദ്രീകരിച്ച് ഗണേഷ് കുമാർ അഴിമതി നടത്തി എന്ന് പറയുന്ന ഒരു ബോംബാണ് യൂട്യൂബറുടെ അണ്ണാക്കിൽ ആ അവിട്ടം നക്ഷത്രക്കാരന്മാർ തിരികെ കൊടുത്തിരിക്കുന്നത്. ഒരു ഫാർമസി കമ്പനിയും അവരുടെ ആരോപണത്തിന് കീഴിൽ വരുമെന്ന് പറയുന്ന ഒരു വിചാരവും പൊങ്ങന് ഉണ്ട് എന്നുള്ളതാണ് സത്യം. നിലവിൽ യൂട്യൂബർ കണ്ടശുദ്ധി വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ കൊരവള്ളി പൊട്ടിച്ചവൻ അലറി ആർത്തു വരും. അഴിമതിയിൽ വിറങ്ങലിച്ച് മൂക്ക് ചീറ്റി അവൻ കരഞ്ഞേക്കും. ഹരിശ്ചന്ദ്രന് കണ്ണകിയിൽ ഉണ്ടായിട്ടുള്ള പുത്രനാണ് താനെന്ന് അഭിനയിച്ച് ഇപ്പോൾ അത് സത്യമാണ് എന്ന് അയാൾ സ്വയം വിശ്വസിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ദൈന്യത, അല്ലെങ്കിൽ ഒരു പുകില്. നാട്ടിലെ സകല അനീതികൾക്കുമെതിരെ കൊരവള്ളി പൊട്ടിക്കാൻ ജനിച്ചവനാണെന്നാണ് ആളുടെ ഉത്തമ വിശ്വാസം, അല്ലെങ്കിൽ അങ്ങനെ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് ആൾ. എന്തായാലും ഗണേഷിനൊപ്പമുള്ള അവിട്ടം നക്ഷത്രക്കാർ ആ യൂട്യൂബറുടെ തൊണ്ട പാട്ടത്തിനെടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം കേട്ടോ. പ്രാസമൊപ്പിച്ച് ഓന്റെ നാക്ക് പൊട്ടിക്കുന്ന പൊള്ളവാക്കിന് വരെ വില കൊടുക്കാൻ നാട്ടിൽ ആളുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം. തൽക്കാലം കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നൊരു അഭിപ്രായമാണ് പോകാനുള്ളത്. ഒപ്പമുള്ള അവിട്ടം നാളുകാരെ നിഷ്ക്രിയരാക്കാൻ സാധിക്കുമെങ്കിൽ ആക്കുക, പറ്റിയ പിഴവുകൾ തിരുത്തുക, രണ്ടാം ഭാര്യയുടെ കാൽക്കിലേക്ക് യാതൊരു ആലോചനയും കൂടാതെ അങ്ങോട്ടേക്ക് വീണോളുക. ഒപ്പം ചാണ്ടി ഉമ്മനെയും മറ്റു കോൺഗ്രസ് നേതാക്കളെയും വിളിച്ച് സത്യം പറയുക. അവരും ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അവരോടുള്ള കാര്യങ്ങൾ തുറന്നു പറയുക. 5000 പ്രണയമുണ്ട് എന്ന് പറയേണ്ട ഗതികേടിലേക്ക് വന്ന നിലയ്ക്ക് പറ്റിയ തെറ്റൊക്കെ ഇടത് വലത് നേതാക്കളോട് ഒന്നുപോലെ പറയുന്നതാണ് നല്ലതെന്ന്
എന്ന് പറയുന്ന ഒരു അഭിപ്രായമാണ് ഈ പോങ്ങനുള്ളത്. അതുപോലെ തന്നെ ചെയ്യാത്ത തെറ്റ് ഏറ്റെടുക്കാതെയും ഇരിക്കുക. മൗനം പാലിക്കുന്നിടത്തോളം, അവിട്ടംകാരെ പേടിച്ച് പിൻവലിഞ്ഞ് നിൽക്കുന്നിടത്തോളം കാലം ചെയ്യാത്ത കുറ്റങ്ങളുടെ മുഴുവൻ പാപഭാരവും നിങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും ഗണേഷ് കുമാർ. ശിഷ്ടകാലം പ്രായശ്ചിത്തം പോലെ പൊതുപ്രവർത്തനം നടത്താൻ ഉള്ളതൊക്കെ തുറന്നു പറയുന്നതാണ് നല്ലത്. അതാണ് ഗണേഷ് കുമാറിന് ഇനി അവനവനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. ഈ പോങ്ങൻ ഉദ്ദേശശുദ്ധിക്ക് വില കൊടുക്കുന്നവനായതുകൊണ്ട് മാത്രമാണ് ഇത്രയും പറഞ്ഞത്. ഗണേഷ് കുമാർ വീഴ്ത്തപ്പെടുമ്പോൾ അവിടെ വളരുന്നത് ഗണേഷിനേക്കാൾ വഷളരാവുന്നത് ഈ സമൂഹത്തിന് ഒട്ടും തന്നെ ഗുണം ചെയ്യില്ല എന്ന് പോങ്ങൻ ഉറച്ചു വിശ്വസിക്കുന്നു. മാത്രവുമല്ല, ഗണേഷിനെ വേട്ടയാടുന്നവരിലെ പ്രധാന അവിട്ടം നക്ഷത്രക്കാരൻ ഇടതു വലതു മുന്നണികളെ മാത്രമല്ല BJP-ക്കാരെ പോലും കുഴിയിലാക്കാൻ വിരുതുള്ള വിഷപുരുഷനുമാണ്. അവനൊക്കെ ശരിക്കും പറഞ്ഞാൽ വിജയാധിപത്യം നേടിയാൽ സമൂഹത്തിന് വലിയ വലിയ കെടുതികൾ അവൻ സമ്മാനിച്ചിരിക്കും. അതുകൊണ്ട് അവർ വിജയിക്കുന്നത് ഈ നാടിനെ കൂടുതൽ അപകടം ചെയ്യുമെന്ന് പറയുന്ന തമ ബോധ്യം കൊണ്ടാണ് പോങ്ങൻ ഇത്രയും സംസാരിച്ചത്. പോക്കറ്റടിക്കാരനെ വീഴ്ത്തുന്നത് കൊള്ളക്കാരനെ വാഴ്ത്താനാണെങ്കിൽ അത് ഒട്ടും തന്നെ ബുദ്ധിയല്ല എന്ന് പറയുന്ന വിശ്വാസം കൊണ്ടാണ് ഞാനിത് പറയുന്നത്, അല്ലെങ്കിൽ ഇത്രയും പറഞ്ഞത്. ഒരിക്കലും ഞാൻ ഗണേഷ് കുമാറിനെ വെള്ളപൂശാനല്ല ഞാൻ ഇത്രയും പറഞ്ഞത്. നേരത്തെ പറഞ്ഞതുപോലെയാണ്, പോക്കറ്റടിക്കാരനെ മാറ്റി അവിടെ കൊള്ളക്കാരനെ അവരോധിച്ചിട്ട് നമുക്ക് കാര്യമില്ല. അതുകൊണ്ട് തൽക്കാലം തമ്മിൽ ഭേദം ഏത് തൊമ്മനാണ് എന്നുള്ള പരിശോധനയാണ് സമൂഹം കാണിക്കേണ്ടത്. അതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല ബുദ്ധി. സ്നേഹം. നമുക്കെല്ലാം നല്ലത് വരട്ടെ, നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. സന്തോഷം.